നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ പട്ട, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. ഇതൊന്ന് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു വലിയ സവാളയാണത്, ചെറിയ സ്ലൈസ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം 2 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു 2 കറിവേപ്പില, സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങനെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചാണത്. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ചതച്ചെടുത്താലും മതി. ഇതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കങ്ങ് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട്. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മസാല എല്ലാം എളുപ്പം കരിയുന്നതുകൊണ്ടാണ്. മസാല എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്, മസാല നല്ലോണം മൂത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളിയാണ്. ഇതും കൂടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. തക്കാളി എല്ലാം നല്ലോണം വേകണം, അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളി എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് തക്കാളി എല്ലാം. അതിനുശേഷം ഞാൻ ബീഫ് വേവിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ബീഫിൻ്റെ സ്റ്റോക്ക് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചതാണിത്. ബീഫിൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, ഇപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ബീഫ് മാത്രമാണ് എടുക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ബീഫ് കൂടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കാം. ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല വേണേൽ ഇട്ടാൽ മതി. മീറ്റ് മസാല ഇട്ടില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇനി
ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാറൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. ഇപ്പം ചാറൊക്കെ നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കിഡിലൻ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.